ബാക്ക് ടു ചാനൽ ചുരുക്കി നമ്മൾ പുതിയ വീഡിയോ വെൽക്കം. ഇന്നെന്താ വർക്ക് ഏരിയയിലൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, അപ്പോൾ വർക്ക് ഏരിയ കാര്യങ്ങൾ ഇത്ര അലങ്കോലമായിട്ട് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമോ വർക്ക് ഏരിയയിൽ. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും വേസ്റ്റ് ചെയ്താൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയല്ല, പുട്ടൊക്കെ നമ്മൾ കുറേ പേരൊക്കെ ഫുഡ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടതൊക്കെ നമ്മൾ കളയും. പട്ടിപ്പൂച്ചയ്ക്ക് ഉണ്ടാകാൻ പോട്ടെ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു കിടക്കാച്ചവിടെ പിള്ളേരൊക്കെ വൈകിട്ടും അത് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. എന്തൊക്കെയാണ് നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. സവാളയും ഇഞ്ചിയും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും തക്കാളിയും ഉണ്ട് കേട്ടോ, അടിയിലുണ്ട്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാല, ബ്ലാക്ക് കുരുമുളക് പൊടി, ഗരം മസാല, ഇത്തിരി ഉള്ളൂ കേട്ടോ അത്. പിന്നെ ഉപ്പുണ്ട്, ഉപ്പ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഇത് മുളക് പൊടിയും മഞ്ഞപ്പൊടി. പിന്നെ നമ്മളിതേ പാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ട് ആ പാൻ എടുക്കുക. വെളിച്ചെണ്ണയുണ്ട്, നമുക്കിതേ പുട്ട് ഇത്രമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുഞ്ഞായിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ, ഉപ്പിടുന്ന സീൻ കാണിക്കാൻ പറ്റില്ല. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം വാടി കിട്ടും. അതാണ് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര നോയ്സിന് സംസാരങ്ങളാണ് ഇവിടെ. കുറച്ചതേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം മിക്സ് ആവുന്നുണ്ട്. ഇനിയിപ്പം മുട്ട ഇട്ട് കൊടുക്കാം. 2 മുട്ടയാണ് ഇടുന്നത്. രണ്ടാമത്തെ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നല്ലോണം നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം കുഴമ്പ രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യം നമ്മൾ ഈ പാനിലും അടുക്കി പിടിക്കുന്നതുകൊണ്ട് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കളറല്ല ഇതിനുള്ള കളറ്. അത് കറക്റ്റാ, നല്ല കളറാണ് ഇവിടെ കാണാനായിട്ട്. പക്ഷെ ഫോണിൽ കാണുമ്പോൾ കറക്റ്റാ. ഫോൺ നമ്മുടെ നേരിട്ടൊരു മഞ്ഞ കളർ, ഇതിലുള്ള വേറെ ഏത് കളറ് സൂം ചെയ്ത്. അപ്പോ ഗൈസ് പുട്ടിട്ട് കൊടുക്കാം. പതുക്കെ പൊടിച്ചിട്ട് കൊടുക്കും. തേങ്ങയൊക്കെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, കുഴപ്പമില്ല. നമ്മൾ പൊടിച്ചിട്ട് കൊടുത്താൽ അതിന് നമ്മൾ നല്ലോണം പൊടിച്ചിട്ട്. ഗൈസ് ഇവരെന്നെ കളിയാക്കോളാണ്. പോയമോറേ ഇവര് കളിയാക്കണേ. പുട്ടിട്ടെടുക്കാം. ഇനി പുട്ടിട്ട് കഴിഞ്ഞിട്ട് കാണാം. ബൈ. നമുക്കപ്പോൾ കുറച്ച് കൂടുതലാണ് പുട്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യും എന്തെങ്കിലും. ഇവിടെയാണെങ്കിൽ ഭയങ്കര നോയ്സാണ്. അതുകൂടെ തന്നെ എന്തോ ചക്കക്കുരു എന്തോ ഉണ്ടാക്കാൻ വേണ്ടി കടുക് പൊട്ടിത്തെറിക്കുവാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് പണി വെട്ടി മസാലയും കൂടി കൂടുതൽ പുട്ടായിപ്പോയി. പുട്ട് കൂടുതലാണ്. അത് വെറുതെ അപ്പം ഗൈസ് നമ്മുടെ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇളച്ചനെ കണ്ടട്ടാ എല്ലാരും റിവ്യൂ ആക്കി. വായിട്ട് കൊണ്ടുവല്ലേ കൊള്ളാം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.